ഏലസുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്ത നിഷേധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വസ്തു ഏലസ് അല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. പ്രമേഹ രോഗ ചികിത്സയുടെ ഭാഗമായുള്ള ചിപ്പാണ് കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏലസ് ആണെന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ വാർത്ത നൽകിയിരുന്നു. സംഭവങ്ങളെ വളച്ചൊടിക്കുന്ന മാധ്യമ രീതിയാണ് ഇവിടെ കണ്ടതെന്നും കോടിയേരി പറഞ്ഞു. ഈ കൈക്ക് ഈ ഭാഗത്ത് ഒരു ചിപ്പ് ഘടിപ്പിച്ചതാണ്. ഈ ചിപ്പ് ജ്യോതിദേവ് ഡോക്ടർ അവർ ഡയബറ്റിക് റിസർച്ച് സെൻ്ററിൽ നിന്ന് ഘടിപ്പിച്ചതാണ്. അത് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഡയറി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഈ ചിപ്പ് 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരെടുത്ത് പരിശോധിച്ചിട്ട് ഈ 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടുണ്ടായ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് മോണിറ്റർ ചെയ്യുക, BP ഓരോ മണിക്കൂറിനനുസരിച്ച് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിന് പരിശോധിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ വേരിയേഷൻ എങ്ങനെയാണ്, ഏത് സമയത്താണ്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വരുന്നത്, ഏത് സമയത്താണ് എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അവർക്കൊരു ചികിത്സ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിപ്പോൾ വ്യാപകമായിട്ട് ആളുകളിപ്പോൾ ഈ പരിശോധന വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഘടിപ്പിച്ചൊരു ചിപ്പാണിത്. അത് പ്രസംഗത്തിനകത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ പറയുന്ന ഈ പ്രചരണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. അതാണ് മാധ്യമങ്ങളുടെ ഒരു പ്രചരണ രീതി എന്ന് തിരിച്ചറിയുക. അത്രയും ഇപ്പം വേണ്ടു. വേറെ ഇപ്പം പ്രചരണം ഇമാതിരി പ്രചരണങ്ങൾ പലതും നടക്കുന്നത് നമ്മൾ മുമ്പും നേരിട്ടതായതുകൊണ്ട് ഇതിൽ നമുക്കൊരു പ്രത്യേകത തോന്നുന്നില്ല. എന്നാലും ടെലിവിഷൻ ചാനലുകൾ ഇങ്ങനെയൊന്ന് എന്താണ് ഘടിപ്പിച്ചതെങ്കിലും മനസ്സിലാക്കാതെ ഇങ്ങനെ കൊടുത്ത് ശരിയായില്ല. അത്രയേ ഉള്ളൂ. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ തത്സമയം ചേർന്നുണ്ട്. സുനിൽ, ഈ വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം കൈ ഉയർത്തുമ്പോൾ കാണുന്നത് ഏലസാണ് എന്ന തരത്തിലുള്ളൊരു വലിയൊരു പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കോടിയേരി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രസംഗത്തിൽ സംസാരിക്കവേ കൈ ഉയർത്തുമ്പോഴാണ് ഏലസ് പോലുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിൽ വരികയും പിന്നീട് അത് ഏലസ് ആണ് എന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ ചാനൽ വാർത്ത നൽകുകയും ചെയ്തത്. ഇതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ചില സോഷ്യൽ മീഡിയകളിലൂടെ ഇത് സജീവമായി വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന രീതി വന്നു. ചില സോഷ്യൽ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്ത വരികയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഏലസ് ധരിച്ച് നടക്കുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു വാർത്ത പ്രചരിച്ചത്. ഇതിന് വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. തൻ്റെ കയ്യിൽ ഈ ഘടിപ്പിച്ചിരിക്കുന്ന വസ്തു ഏലസ് അല്ല, അത് ഡയബറ്റീസ് ചികിത്സയുടെ ഭാഗമായി ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പാണ്. അതായത് ജ്യോതിദേവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സയിലാണ്. 2 ആഴ്ച മുമ്പ് ഇത്തരത്തിൽ ഒരു ചിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഘടിപ്പിക്കുകയുണ്ടായി. ഈ ചിപ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചിപ്പ് തന്നെയാണ്. അതായത് ഓരോ മണിക്കൂറിലും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ വ്യതിയാനം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിപ്പാണിത്. ഇത് 15 ദിവസം ഘടിപ്പിച്ച് ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞത് റിമൂവ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ ഇത് പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഓരോ മണിക്കൂറിലും ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചികിത്സയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ഡോക്ടർ ജ്യോതിദേവ് കേശദേവ് ആണ് ഇത് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ നിന്നാണ് ഇത് സ്ഥാപിച്ച് അത് ഘടിപ്പിച്ചാണ് നടക്കുന്നത്. അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ അത് കാണിക്കുകയും ചെയ്തു. ഇത് എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ എത്ര ഗ്ലൂക്കോസ് വേരിയേഷൻ വരുന്നു, ഏതൊക്കെ ദിവസങ്ങളിലാണ്, അതായത് ഈ ഘടിപ്പിക്കുന്ന ദിവസം ഒരു പ്രത്യേക ചാർട്ടും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ ചാർട്ടിൽ ഓരോ ദിവസത്തെയും ഭക്ഷണ രീതികളൊക്കെ എഴുതണം എന്നുള്ള കൃത്യമായ നിർദ്ദേശവും ഡോക്ടർ ഭാഗത്തു നിന്നുണ്ട്. ആദ്യം ഘടിപ്പിച്ച ദിവസം മുതൽ ഓരോ ദിവസത്തെയും ഈ വേരിയേഷൻ കണ്ടെത്തിയിട്ടാണ് ഇൻസുലിൻ എടുക്കണമോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയബറ്റീസിൻ്റെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണ രീതികളിൽ ക്രമീകരണം വരുത്തിയാണോ ഇത് ചികിത്സയുമായി മുന്നോട്ട് പോകേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചിപ്പ് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡയറി എന്ന ചിപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ കയ്യിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനെയാണ് തെറ്റായ തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രചരണ രീതി മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് മോശമായ ഒരു പ്രവണതയാണ്. കാരണം
കാര്യങ്ങൾ അറിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയായ നിലപാടല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇത് ഇന്നലെ ഒരു സ്വകാര്യ ചാനലിൽ അവരുടെ ഹാസ്യ പരിപാടിയിലാണ് ഇത്തരത്തിൽ കാണിച്ചത്. അതിനെ പിടിച്ച് അതിൻ്റെ ചരട് പിടിച്ചാണ് ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ, അതായത് വെബ്സൈറ്റുകളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി എന്താണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ സുനിൽ ഇവിടെ അത് വ്യക്തമാകുന്ന ഒരു കാര്യം, ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് ക്ലിയറായി ഏലസ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വ്യക്തമാകുന്നതല്ല. പക്ഷെ അത് ആ വിധത്തിലാകാം എന്ന തരത്തിൽ കൂടി വാർത്തകൾ മെനയപ്പെട്ടു എന്നത് കൂടി ആയിരിക്കും ഇതിലെ ഗൗരവതരമായ വിഷയം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തീർച്ചയായും സൗമ്യ, കാരണം ആ ദൃശ്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തി കാണിക്കുമ്പോൾ അത് വളരെ ലോങ് ആയിട്ട് എന്നുള്ളൊരു വിഷ്വലാണ്. അപ്പോൾ ആ ലോങ് ആയിട്ടിരിക്കുമ്പോൾ കൈകളിൽ ഇവിടെ എന്തോ ഉള്ളതായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് ഈ ചാനൽ അത് ഏലസ് ആണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം കൃത്യമായി അത് ഷർട്ട് മാറ്റിയ ശേഷം തന്നെ അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്തരത്തിൽ കാണിക്കുമ്പോൾ അതിനകത്ത് നിന്ന് അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാകും. അത് വളരെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അത് ഏലസ് ആണ് എന്നുള്ള തരത്തിൽ അത് ചിത്രീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനുള്ള ഒരു നിലപാട് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ വിശദീകരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ആ മാധ്യമത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതും അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നു. കാരണം ഇത് എന്താണ് എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ ഉള്ള ഒരു സന്മനസ് കാണിക്കാതെ അത് മോശമായ രീതിയിൽ പ്രചരണ തന്ത്രമായി തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാധ്യമം പോയി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായി അത് അത്തരത്തിൽ ക്യാമറയിൽ എടുത്തെങ്കിൽ ആ ക്യാമറ കുറച്ചുകൂടെ ക്ലോസായി എടുത്തിരുന്നെങ്കിൽ ഇത് കൃത്യമായി ബോധ്യപ്പെടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നിന്ന് പറയേണ്ടി വരിക. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ ഏലസ് ധരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന തരത്തിലൊക്കെ നടക്കുന്ന വാർത്ത വ്യാജ വാർത്തയാണെന്നും അത് നിഷേധിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അത് ഏലസ് അല്ല, പ്രമേഹ രോഗ ചികിത്സയുടെ ഭാഗമായുള്ള ഒരു ചിപ്പാണ് കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നു. ആ ചിപ്പ് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. അത് വലത്തെ കയ്യിൽ ഘടിപ്പിച്ച തരത്തിലാണുള്ളത്. അത് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൗണ്ട് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ആ ചിപ്പ്, അതിനുവേണ്ടിയിട്ടാണ് ആ ചിപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക്. 16 വർഷം നീണ്ട ഉപവാസ സമരം ഇറോം ശർമിള അവസാനിപ്പിക്കുന്നു. മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇറോം ശർമിള മത്സരിക്കും. ഓഗസ്റ്റ് 9-നാണ് സമരം അവസാനിപ്പിക്കുക. വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേർന്നുണ്ട്. സാർലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, മണിപ്പൂരിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇറോം ശർമിള തന്റെ 16 വർഷം നീണ്ട നിരാഹാര സമരം അടുത്ത മാസം 9-ാം തീയതി അവസാനിപ്പിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യവും ലോകവും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര കഠിന നിരാഹാര സമരത്തിന് 2000 നവംബർ 1-നാണ് ഇറോം ശർമിള തുടക്കമിട്ടത്. ആത്മഹത്യാ കുറ്റം അടക്കം ചുമത്തി ഭരണകൂടം ഇറോമിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പലവട്ടമൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ സൈന്യത്തിന് മണിപ്പൂരിൽ പ്രത്യേക അധികാരം നൽകുന്ന അപ്ത നിയമം റദ്ദാക്കാതെ സമരം പിൻവലിക്കുന്നില്ലെന്ന അവരുടെ വാശിക്ക് മുമ്പിൽ പലപ്പോഴും സർക്കാരിനെ പിൻവാങ്ങേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ പ്രത്യേക ഈ അധികാരം നൽകാനായി, അതായത് ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകാനായി 1958-ലാണ് ഈ നിയമം കൊണ്ടുവന്നത്. മണിപ്പൂരിൽ നടപ്പിലാക്കി. അതിനെതിരെ പലവിധ പ്രതിഷേധങ്ങൾ ഉയർന്നു. 2000-ൽ അവിടെ ബസ് കാത്തിരുന്ന 10 സാധാരണക്കാരായ മണിപ്പൂരികളൊക്കെ സൈന്യം വെടിവെച്ചു കൊന്നു. ഇതോടുകൂടിയാണ് ഇറോം ശർമിള നിരാഹാര സമരം അന്ന് ആരംഭിച്ചത്. എന്തായാലും സമരം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതെന്ന് ഇറോം ശർമിള പറഞ്ഞു. മണിപ്പൂരിൽ 2017-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇറോം മത്സരിക്കും. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. UDF നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയ KM മാണി അനനയ ചർച്ചകളിൽ നിന്നും മാണി പിന്മാറി. സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്നായിരുന്നു മാണിയുടെ പ്രതികരണം. ഇതേ തുടർന്ന് 4-ാം തീയതി ചേരാനിരുന്ന UDF യോഗം മാറ്റി. ചരൽക്കുന്നിലെ നേതൃ ക്യാമ്പിന് ശേഷം മാത്രം മതി ചർച്ചകളെന്നാണ് മാണി ഗ്രൂപ്പിന്റെ നിലപാട്. അതേസമയം മാണിയുമായി കൂടുതൽ ചർച്ചകൾക്ക് BJPയും തയ്യാറെടുക്കുകയാണ്. ഇന്നലെ UDF യോഗം ബഹിഷ്കരിച്ചതിനു പിന്നാലെ കോൺഗ്രസുമായുള്ള അനുനയ ചർച്ചകളിൽ നിന്നും പിന്മാറി KM മാണി നിലപാട് ഘടിപ്പിക്കുകയാണ്. പാലായിൽ KM മാണിയെ കാലുവാരാൻ കോൺഗ്രസ് ശ്രമിച്ചു. ഇരിങ്ങാലക്കുട, തിരുവല്ല, കോതമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിച്ചു. മാണിയെ ബാർക്കോഴയിൽപ്പെടുത്തി. ഇനി എങ്ങനെ ഒരുമിച്ചു പോകുമെന്നാണ് മാണി വിഭാഗം നേതാക്കളുടെ ചോദ്യം. 6-7 തീയതികളിൽ ചരൽക്കുന്നിൽ ചേരുന്ന നേതൃക്യാമ്പിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും മാണി വിഭാഗം നേതാക്കൾ പറയുന്നു. അനുനയ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട സാഹചര്യമില്ലെന്ന് KM മാണിയും വ്യക്തമാക്കി. പങ്കെടുക്കും, സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കും.
ഇന്നലെ പങ്കെടുക്കാനൊരു അസൗകര്യം കൊണ്ടാണ്. ഇനിയുള്ളത് നമ്മുടെ ചരൽക്കുന്ന് ക്യാമ്പ് കഴിഞ്ഞിട്ട് വെക്കുകയാണ് നല്ലത് എന്ന് PP തങ്കച്ചനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം PJ ജോസഫ് മുന്നണിയിൽ തുടരണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് കേരള കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. മാണി മുന്നണിയിൽ തുടരുമെന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. ചില അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ സ്വാഭാവികമാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകും. അദ്ദേഹം അടുത്ത യോഗത്തിൽ പങ്കെടുക്കും. കോട്ടയം മേഖലയിലെ 1.5 ലക്ഷത്തോളം വോട്ടുകൾ ചൂണ്ടിക്കാട്ടി മാണിയുമായുള്ള കൂടുതൽ ചർച്ചകൾക്ക് BJP നേതൃത്വവും തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. ടൈറ്റാനിയം കേസിൽ 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. നിലവിൽ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ടൈറ്റാനിയം അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 മാസമാണ് കോടതിയിൽ വിജിലൻസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 2 മാസത്തിനകം കേസിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ഉത്തരവ് പ്രകാരം 26/9/2016 മുൻപായി വിജിലൻസിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. കഴിഞ്ഞ ദിവസം ടൈറ്റാനിയത്തിൽ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ കോടതിയെ വിജിലൻസ് ബോധിപ്പിച്ചു. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് MDക്ക് പുറമെ ഈപ്പൻ ജോസഫ്, AM ഭാസ്കരൻ, തോമസ് മാത്യു, സന്തോഷ് കുമാർ, ഗോപകുമാരൻ നായർ എന്നീ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും വിജിലൻസ് അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡിൽ 256 കോടി രൂപ മുടക്കി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനായിരുന്നു തീരുമാനം. ഇതിനായുള്ള കരാറിൽ അഴിമതി നടന്നതായും കമ്പനിക്ക് 127 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് കേസ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവരാണ് കേസിൽ ആരോപണ വിധേയർ. നേരത്തെ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിയാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPC പ്രസിഡന്റ് VM സുധീരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയം. അല്ലെങ്കിൽ അർത്ഥപൂർണമാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മറുപടി പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. ഓഗസ്റ്റ് 3 ദളിത് പീഡനങ്ങൾക്കെതിരെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ KPCCയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ 12:30 വരെയാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സംഘ് പരിവാറും BJPയും ദളിത് സമൂഹത്തിന് നേരെ നടത്തിവരുന്ന അതിക്രമങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഗുജറാത്തിലെ പൂനെയിൽ ദളിതർക്ക് നേരെയുള്ള അക്രമ സംഭവം. പശുവിൻ്റെ തോലുമായി പോയ 7 ദളിത് യുവാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവം. അതിൻ്റെ ഞെട്ടലിൽ നിന്നും രാജ്യം ഇപ്പോഴും മുക്തമായിട്ടില്ല. ദാദ്രിയിലെ അഖ്ലാഖിൻ്റെ കൊലപാതകം, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല ആത്മഹത്യയിലേക്ക് എത്തിച്ച സാഹചര്യം, ഹരിയാനയിൽ ദളിത് കുട്ടികളെ ചുട്ടുകരിച്ച സംഭവം, ജാർഖണ്ഡിൽ കന്നുകാലി വ്യാപാരിയായ മുഹമ്മദ് മജ്രുവിനെ, അദ്ദേഹത്തെയും 15 വയസ്സുകാരനായ അഹമ്മദ് ഖാനെയും തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയ സംഭവം. ഇതൊക്കെ
നടന്നതിൻ്റെ ആഘാതം മാറുന്നതിന് മുമ്പേ തന്നെയാണ് ഗുജറാത്തിലെ ഈ സംഭവം. തിരുവനന്തപുരം കല്ലട ജലസേചന പദ്ധതിയിലെ അഴിമതിയിൽ പ്രതികൾക്ക് 5 വർഷം കഠിന തടവ്. മുൻ എഞ്ചിനീയർ ഉൾപ്പെടെ 4 പ്രതികൾക്കാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഗണേഷ്, KN മോഹനൻ, വിശ്വനാഥനാചാരി, K രാജഗോപാലൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്ക് 2 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു. 92-ൽ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായി വലതുകര കനാലിൽ നിർമ്മിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ചരക്ക് സേവന നികുതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാനവും കേന്ദ്രവും ഉൾപ്പെട്ട GST കൌൺസിൽ വേണമെന്നും എന്നാൽ സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ വീറ്റോ ചെയ്യാൻ കേന്ദ്രത്തിനുള്ള അധികാരം എടുത്തുകളയണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ചരക്ക് സേവന നികുതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം തുടരുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാനാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. കേരളത്തിലെ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ നിരക്കും സ്വർണം ഉൾപ്പെടെയുള്ളവയ്ക്ക് കൂടിയ നിരക്കും വേണമെന്നതാണ് കേരളത്തിന്റെ നിലപാട്. നികുതി പരിധി 20% വരെയാകാമെന്നും തോമസ് ഐസക് പറഞ്ഞു. കൂടുതൽ ഉയർന്ന നിരക്ക് ഒരു 20%-നടുത്ത് നിർത്തണം. 20% എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും കേന്ദ്ര സർക്കാർ 15% എക്സൈസ് നികുതി ചുമത്തുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് സംസ്ഥാന സർക്കാർ 14% നികുതി ചുമത്തുന്നത്. യഥാർത്ഥത്തിൽ 30% നികുതി ഉണ്ട്. മേടിക്കുന്ന ആളത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 20% നികുതി എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ളതെന്നാണ് കേരളം കരുതുന്നത്. 1.5 കോടി രൂപയ്ക്ക് താഴെ വിനിമയം നടക്കുന്ന ചെറുകിട കച്ചവടക്കാരുടെ നികുതി സംസ്ഥാനം പിരിച്ച് കേന്ദ്രവിഹിതം നൽകാമെന്ന കാര്യത്തിൽ അഭിപ്രായ സമന്വയം കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടായതാണ്. എന്നാൽ കേന്ദ്ര പരോക്ഷ നികുതി വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ഇതിൽ നിന്നും കേന്ദ്രം പിന്നോട്ടു പോയി. ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കും. സംസ്ഥാന നികുതി ഒറ്റ നിരക്കിൽ നിർത്താതെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിൽ നിശ്ചയിക്കുന്നതാണ് അഭിലഷണീയം. കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.